ബിന്ദുവിനെ എനിക്ക് ഓർമ്മയുണ്ട്. പേരൂർക്കടയിലെ ബിന്ദു, അതായത് ഓമന ചേട്ടത്തി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് ആ കേസ്. കാര്യം ആ ചേട്ടത്തി പറഞ്ഞു നിങ്ങൾ സ്വർണ്ണം മോഷിച്ചു, മാലയായിരുന്നു അല്ലേ? മാല മോഷിച്ചു, നിങ്ങൾ അവിടുത്തെ ജോലിക്കാരിയായിരുന്നു അതല്ലേ? അപ്പോൾ അവസാനം അവർ തന്നെ പറഞ്ഞു മാല എവിടെ നിന്ന് കിട്ടിയെന്ന്. എനിക്ക് മനസ്സിലായി. അപ്പോൾ എത്ര അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ആൾക്കാരെ മറന്നുപോയിട്ടില്ല. ആ പേരൂർക്കട കേസ് എനിക്കൊന്ന് ആദ്യമായിട്ട് TV തന്നെ വായിച്ച ഞാനാണെന്നാ തോന്നുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഏപ്രിൽ 23 ഏപ്രിൽ 23. ഓക്കെ. ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് ബസ്സിനകത്ത് നിൽക്കായിരുന്നു. അതായത് ബിന്ദു ആദ്യം ഈ വീട്ടിലാണ് ജോലിക്കുന്നത് അല്ലേ? എനിക്ക് 2 വീടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നിന്നത് കുടപ്പനക്കുന്നിന്റെ ഒരു വീട്ടിലാണ്. അവിടുത്തെ അമ്മ മരിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഓഫീസിൽ പോയി എഴുതിയിട്ടാ ബിന്ദുവിന് വീട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി എഴുതിയിട്ട് എനിക്ക് കബഡിയുള്ളൊരു പത്മജ എന്നുള്ള വീട് കിട്ടി. പത്മജ എന്നാണ് അവരുടെ വീട്. ജോലിക്ക് പോകുമായിരുന്നു. അതിനുശേഷമാണ് ഈ ഓമന ഡാനിന്റെ വീട്ടില് എനിക്ക് ഫോണിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ജോലി വേക്കൻസി. അങ്ങനെ നോക്കി പോയതാണ് ഇവരുടെ വീട്ടിൽ. അമ്പലമുക്കിലുള്ള ഓമന ഡാനിന്റെ 3 ദിവസമേ പോയുള്ളൂ. 3 ദിവസമേ ആ വീട്ടിൽ ജോലിക്ക് പോയുള്ളൂ. പിന്നെ എനിക്ക് ആ വീട്ടിൽ പോകണ ഇഷ്ടമല്ലായിരുന്നു. വലിയ വീട്, ഭയങ്കര ജോലിയാണ്. ജോലി ഭക്ഷണവും സമയത്ത് തരത്തില്ല. ചിലപ്പോ 3:30 മണി സമയത്തേക്കാണ് ആഹാരം തന്നത്. ചിലപ്പോ ഞാൻ ജോലിക്ക് ചെല്ലാത്ത ദേഷ്യമായിരുന്നു. ഇവര് സോഫയുടെ അടിയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. 2.5 പവന്റെ വലിയ ചുട്ടി ലോക്കറ്റ് എന്തൊക്കെയോ ഉണ്ടെന്ന്. കംപ്ലൈന്റ് കൊടുത്തു. ഞാനാണ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഞാൻ പത്മഞ്ചേരി വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ ബസ് കയറാൻ നിൽക്കുമ്പോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വന്നു. ആദ്യത്തെ വന്നാൽ ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ കോള് ഞാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഹലോ എന്നായി പറഞ്ഞു. പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ബിന്ദു പെട്ടെന്ന് ഇവിടെ വരണം. ഞാൻ എന്ത് സാറേന്ന് വെച്ച്. അതിനിടയ്ക്ക് ഞാൻ അവരെ മകളെ ഞാൻ വിളിച്ചു. ഈ ഓമന മകളെ വിളിച്ചു. ഞാൻ ചേച്ചി എന്താണ് കാര്യം? അത് ബിന്ദുവിനെ പണിക്ക് വരാത്തതുകൊണ്ട് ബിന്ദുവിന് 3 ദിവസം ശമ്പള പൈസയുമായി മമ്മി പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ ചോദിച്ചു ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് വന്നത്, എനിക്ക് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ല് എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലായിരുന്നു അവിടെ എന്തിനാ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച്, എനിക്ക് പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഓട്ടോ വിളിച്ച പൈസ ഇല്ലായിരുന്നു. ഇപ്പോഴും പോലീസുകാർ പറഞ്ഞു ഈ രാജീവ് വട്ടപ്പാറയാണ് ഞാൻ ആദ്യം എന്നെ വിളിച്ചത്. ഓട്ടോ വിളിച്ച് വന്നാൽ മതി, നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് അവിടെ ചെന്നു. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്നാക്കി. അവർ തന്നെയാണ് പൈസ കൊടുത്തത്. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഈ ഓമനാൻ്റെ മകളും മിറ്റത്ത് നിൽപ്പുണ്ട്. എന്നെ വിളിച്ചുകൊണ്ട് ഓടി SI അടുത്തോട്ട് പോയി. SI പ്രസാദായിരുന്നു. ഓടി അതിനകത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാറെന്ന് ചോദിച്ചു. അത് ഇവരെ മാല കണ്ടില്ല, മാല കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സാറ് ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, ഞാൻ ഇപ്പോൾ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നേണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എൻ്റെ ബാഗ് ഒന്ന് വാങ്ങിച്ച് എൻ്റെ ഫോൺ പിടിച്ച് എന്നെ അങ്ങ് വാങ്ങിച്ച് ഫോണിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബാഗെല്ലാം പിടിച്ച് വെച്ച്. അപ്പോൾ അതിനകത്ത് ഈ ശ്രുതി എന്നൊരു അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു ഇത് തരും, ഒരു കാർഡ് തരും. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.